നമ്മൾ ലോകത്ത് എവിടെയൊക്കെ പോയി ഏത് തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിച്ചാലും 1, 2 അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേനും നമുക്ക് വീട്ടിൽ വന്ന് നമ്മൾ കഴിച്ച് വളർന്ന കഞ്ഞിപ്പയറോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച ആ ഒരു കംഫർട്ട് ഫുഡ് നമുക്ക് കഴിക്കേണ്ടി വരും അല്ലേ. അതങ്ങനെയാണ്. കാരണം ആദ്യം നമ്മൾ നാവിൽ ആദ്യം അറിയുന്ന ആ രുചിയാണ്. അതുകൊണ്ടാണ് അമ്മയുടെ ഭക്ഷണം അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുന്ന നമ്മുടെ വീട്ടിലെ ഭക്ഷണം നമുക്ക് ഇത്രയധികം നമ്മളെ നൊസ്റ്റാൾജിയ അടുപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന കുഞ്ഞുനാളിൽ നമ്മളുടെ നാവിലേക്ക് വരുന്ന കുഞ്ഞുനാളിലെ പല കാര്യങ്ങളുമാണ് പിന്നീട് നമ്മൾക്ക് ഫോം ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ആദ്യം നമുക്ക് കിട്ടുന്ന രുചി ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ ആദ്യം നമ്മളൊന്നും അറിയാത്തില്ലാത്ത ബ്ലാങ്കായ അവസ്ഥയിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന രുചി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ വീട്ടിൽ നമുക്ക് അമ്മ അല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവർ തരുന്ന ആ ഒരു ഭക്ഷണം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഭക്ഷണം ലോകത്ത് ഇത്രയധികം ആ ഒരു വിലയിൽ നിൽക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലിൽ തോന്നിയിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതാണ് അതിൻ്റെ പിന്നിലെ ആ ഒരു സൈക്കോളജി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് ആ വീട്ടിലെ ഭക്ഷണം എന്ന് പറയുന്നത്. എനിക്കതുപോലെ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് മോര് കൂട്ടാനാണ് എൻ്റെ മുത്തശ്ശി ഉണ്ടാക്കുന്ന മോര് കൂട്ടാൻ. അന്നൊക്കെ നമുക്ക് പശു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വീട്ടിൽ തന്നെയായിരിക്കും മിക്കവാറും. പിന്നെ കാമെഴുക്കുരട്ടി വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വീട്ടിൽ തന്നെ ആട്ടിക്കിട്ടുന്ന ആ എണ്ണ നിറച്ച് അന്നൊന്നും ഹെൽത്ത് കോൺഷ്യസ് ഒന്നുമല്ല നിറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കുന്ന മോര് കൂട്ടാനും കാമെഴുക്കുരട്ടിയും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. അതൊരു പണ്ടത്തെ കാലത്ത് മെയിനായിട്ടും ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു കൂട്ടാൻ തന്നെയാണ് മോര് കൂട്ടാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ ബലിയൊക്കെ ഉണ്ടാവുന്നത് ഇഞ്ചിക്കറി തൈര് ഒഴിച്ചുണ്ടാക്കുന്ന ഇഞ്ചിക്കറിയും അതിൻ്റെ കൂടെയും കാമെഴുക്കുരട്ടിയാണ്. കടുകൊന്നും പൊട്ടിക്കാതെ വെറും എണ്ണ മാത്രം ഒഴിച്ചുണ്ടാക്കുന്ന ആ ഒരു രുചി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഭഗവാനെ ഭയങ്കര എന്താ പറയുന്നത് അതൊക്കെ ഒരു ദൈവികമായ ഒരു രുചി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉണക്കച്ചോറിൻ്റെ കൂടെ തൈരും ഉണക്കമുളകും ഒക്കെ കൂട്ടി കഴിക്കുക എന്ന് പറയുന്ന അച്ചാറും കൂടെ കടുമാങ്ങ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രുചി. ആ മോരുകൂട്ടാനില്ലാതെ എൻ്റെ ഭക്ഷണം പൂർത്തിയാവുന്നില്ല എന്നുള്ളതാണ് സത്യം.